കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നിരുന്ന ചിത്രങ്ങളായിരുന്നു വയനാട് ദുരന്ത മേഖലയിൽ ഡിവൈഎഫ്ഐക്കാരന്റെ ചുമലിൽ കൈവച്ചുകൊണ്ടുള്ള യൂത്ത് കോൺഗ്രസുകാരന്റെ ചിത്രം. ഒപ്പം മറ്റു ലീഗിലെ പാർട്ടികളിലെ സന്നദ്ധ സംഘടനകളും കൂടെയുള്ള മനോഹരമായ ചിത്രമായിരുന്നു അത്. മാത്രമല്ല മറ്റൊരു ചിത്രമായിരുന്നു രക്ഷാപ്രവർത്തനങ്ങൾക്കിടെ പരിക്കേറ്റ ഡിവൈഎഫ്ഐ പ്രവർത്തകനെ പരിചരിക്കുന്ന വൈറ്റ് ഗാർഡ് വളണ്ടിയർമാരുടെ ചിത്രവും. അതായത് ദുരന്ത ഭൂമിയിൽ രാഷ്ട്രീയം മറന്ന് മതചിന്തകൾ മറന്ന് ഒറ്റ മനസ്സോടെ കൈകോർത്ത് നിൽക്കുന്ന ചിത്രമായിരുന്നു ഇത്. എന്നാൽ അതിലൽപ്പം തീക്കനൽ വാരിയിടുന്ന ഏർപ്പാടായിപ്പോയി ഊട്ടുപുര പൂട്ടിക്കാൻ ശ്രമിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ ചർച്ചയായ വിഷയമായിരുന്നു വൈറ്റ് ഗാർഡ് നടത്തിവന്ന ഊട്ടുപുര സർക്കാർ ഇടപെട്ട് നിർത്തിച്ചു എന്ന വാർത്ത. ഈ ദുരന്തമുഖത്തും അത്തരത്തിൽ ചില നീക്കങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നായി വരുമ്പോൾ അതിന് സമൂഹ മാധ്യമങ്ങളിൽ നിന്നും ഉയർന്ന വിമർശനങ്ങൾ ചെറുതല്ല. സർക്കാർ സംവിധാനത്തെ കുറ്റപ്പെടുത്തുന്ന തരത്തിലേക്ക് വിമർശനങ്ങളുടെ മുന വന്നതോടെയാണ് സർക്കാരിന് ഈ വിഷയത്തിൽ യു ടേൺ എടുക്കേണ്ടുന്ന സ്ഥിതിയിലേക്ക് എത്തിയത്. അതായത് വയനാട് മുണ്ടക്കൈ ചുരൽമലയിൽ ഉരുൾപൊട്ടൽ ദുരിതം അനുഭവിക്കുന്നവർക്കും രക്ഷാപ്രവർത്തകർക്കുമുള്ള ഭക്ഷണ വിതരണത്തിന് സന്നദ്ധ സംഘടനകൾക്ക് ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണം പിൻവലിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തു വന്നിരിക്കുന്നത്. 4 ദിവസമായി ദുരന്ത ഭൂമിയിൽ ഭക്ഷണ വിതരണം നടത്തിയിരുന്ന യൂത്ത് ലീഗ് വൈറ്റ് ഗാർഡിന്റെ ഭക്ഷണ വിതരണം പോലീസ് ഇടപെട്ട് തടഞ്ഞിരുന്നു. സുരക്ഷാ പരിശോധനകൾ ഇല്ലാത്തതിനാലാണ് ഭക്ഷണ വിതരണം തടഞ്ഞതെന്നും സന്നദ്ധ പ്രവർത്തകർക്കും മറ്റു ഉദ്യോഗസ്ഥർക്കും ആവശ്യമായ ഭക്ഷണം സർക്കാരിന്റെ നേതൃത്വത്തിൽ റവന്യൂ വകുപ്പ് നൽകി വരുന്നതായും മന്ത്രി റിയാസും പറഞ്ഞിരുന്നു. എന്നാൽ ദുരന്ത ഭൂമിയിൽ ഭക്ഷണ വിതരണത്തിന് സർക്കാർ മതിയായ സംവിധാനങ്ങൾ ഒരുക്കാതെ വന്നതോടെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്ന സൈനികർക്കും മറ്റ് സന്നദ്ധ പ്രവർത്തകർക്കും പോലീസുകാർ ഉൾപ്പെടെ സർക്കാർ ഉദ്യോഗസ്ഥർക്കും പ്രഭാത ഭക്ഷണം പോലും എത്തിയിരുന്നില്ല. തുടർന്ന് വ്യാപകമായ പരാതി ഉയർന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് കമ്മ്യൂണിറ്റി കിച്ചണുകളിൽ സർക്കാർ ഉദ്യോഗസ്ഥർ പരിശോധനകൾ നടത്തുമെന്നും ഭക്ഷണ വിതരണത്തിന് നിയന്ത്രണമില്ല എന്നുള്ള മന്ത്രി റിയാസിന്റെ പ്രതികരണം വന്നത്. എന്നാൽ ഇത്തരത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും നീക്കം ഉണ്ടായതിന് പിന്നിൽ ചില കാരണങ്ങളുണ്ടെന്ന് ചിലർ പറയുന്നുണ്ട്. അതിൽ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട് എന്നത് നിശ്ചയമല്ല. അതായത് വൈറ്റ് ഗാർഡ് തയ്യാറാക്കുന്ന പാഴ്സൽ ഭക്ഷണങ്ങൾ കൊണ്ടുപോയി ഡിവൈഎഫ്ഐ സ്റ്റിക്കർ പതിപ്പിച്ച് ഡിവൈഎഫ്ഐ തന്നെ അവരുടെ പേരിൽ വിതരണം ചെയ്യുന്നു എന്നതാണ് പറയുന്നത്. അതായത് വൈറ്റ് ഗാർഡ് വളണ്ടിയർമാരുടെ അധ്വാനത്തിന്റെ ക്രെഡിറ്റ് ചുളുവിൽ ഡിവൈഎഫ്ഐ കരസ്ഥമാക്കുക. വീണ്ടും 300 ഭക്ഷണപ്പൊതികൾ വാങ്ങുവാൻ വന്നപ്പോൾ ഡിവൈഎഫ്ഐയുടെ ഉടായിപ്പ് മനസ്സിലാക്കിയ വൈറ്റ് ഗാർഡ് വളണ്ടിയർമാർ ഭക്ഷണം കൊടുത്തില്ല എന്നും അതിന്റെ പ്രതികാരം എന്നോണമാണ് വൈറ്റ് ഗാർഡ് വളണ്ടിയർമാരുടെ സന്നദ്ധ സേവനം നിർത്തിച്ചതും അവരുടെ ക്യാമ്പ് പൂട്ടുവാൻ പറഞ്ഞതും എന്ന തരത്തിലുള്ള വാർത്തകളും ഇതിനുശേഷം പുറത്തു വരുന്നുണ്ട്. അതിൻ്റെ സത്യാവസ്ഥ കൃത്യമായി അറിയുന്നതല്ല. എന്നിരുന്നാലും സഖാക്കന്മാരുടെ ചിത്രം പരിശോധിക്കുമ്പോൾ അതിലൊട്ടും അത്ഭുതം തോന്നേണ്ടതുമില്ല. എന്തായാലും യു ടേൺ തീരുമാനം നല്ലത് തന്നെ. മാത്രമല്ല നമ്മൾ ദുരന്ത ഭൂമിയിൽ ഒറ്റക്കെട്ടായി നിൽക്കുമ്പോഴല്ല ഇതുപോലുള്ള തമ്മിൽ തല്ലിക്കുന്ന തീരുമാനം ഉണ്ടാവേണ്ടത് എന്ന് മാത്രമാണ് ഭരണകൂടത്തെ നയിക്കുന്നവർ ചിന്തിക്കേണ്ടത്.